ഗൈസ്, രാവിലെ വന്ന് ഡാഡി മുന്നിൽ നിൽക്കുന്നു. നിന്റെ യൂട്യൂബ് ചാനലിന്റെ അപ്ഡേറ്റ് എന്തായെന്നറിയാൻ. നീ അച്ഛന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ചാനലാ, അത് മറക്കണ്ട. എന്തെങ്കിലും മറുപടി കൊടുക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ യൂത്തിന് അത് താല്പര്യമില്ല. ഇത് കേട്ട ഡാഡി ചോദിച്ചു, നീ എന്ത് തരം വീഡിയോ ആണ് ഇറക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രതികരിക്കും ഞാൻ. ഐ വിൽ റിയാക്ട്. അതെ, വേറെ തല്ലിപ്പൊളി സിനിമകൾ കണ്ടിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യും. അപ്പോൾ ഡാഡി ചോദിച്ചു, ഏതാ നിന്റെ പുതിയ വർക്കെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, 6-ാം തമ്പുരാനിൽ നാടുവാഴിക്കുണ്ടായ ജാരസന്തതിയാണ് സിംഹാസനം. ഈ നാടുവാഴികളും നരസിംഹം, 6-ാം തമ്പുരാൻ, ലേലം തുടങ്ങിയ സിനിമകളൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നമ്മുടെ രാജുവേട്ടൻ ഒരു ദിവസം ഷാജി കൈലാസ് മാമനോട് പറഞ്ഞു, എനിക്കും ഇതുപോലൊരു മലയാളം സൂപ്പർ ഹീറോ മൂവി വേണമെന്ന്. അത് കണ്ടപ്പം മുതൽ അതുപോലൊരു ഷടകം സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. The same old story. അതേ കഥയുടെ പുനരാഖ്യാനം. And the same old man. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ട ഡയലോഗല്ലേ. ഇതിപ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ ഷാജി അണ്ണൻ പൃഥ്വിരാജിനെയും പല കഥാപാത്രങ്ങളെയും വെച്ച് ഇങ്ങോട്ട് പറയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളിൽ നായകനേക്കാൾ പ്രാധാന്യമുള്ള ഒരു നായകൻ്റെ അച്ഛൻ കഥാപാത്രം ഉണ്ടായിരിക്കും. ആ അച്ഛൻ കഥാപാത്രത്തിലേക്കുള്ള ഇൻട്രൊഡക്ഷനാണ് തിലകൻ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രഗിരിയിൽ മാധവൻ തന്നെ തിടമ്പേറ്റി നിൽക്കുന്ന കൊമ്പന്. അപ്പോൾ നായകൻ്റെ വീട്ടിലെ ആനയാണ് ചന്ദ്രഗിരി മാധവൻ എന്ന് പറയുന്നത്. ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛൻ ഒരു വ്യക്തിയല്ല, ഒരാനയാണ്. വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ. ആന സ്നേഹമുള്ള ജീവിയാ. സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നവരുടെ മുന്നില് വെണ്ണ പോലെ അലിയുന്ന മനസ്സുള്ളവൻ. ഏത് ഈ ആനയുടെ ഫ്രണ്ടിലാ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലാനാ? വല്ല തടി പിടിക്കാൻ എങ്ങനെ ആയിരിക്കും അല്ലേ. ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ അച്ഛൻ കഥാപാത്രത്തെ ചെയ്യുന്നത് ഈ തിടമ്പേറ്റി നിൽക്കുന്ന ആനയാണ്. ആന അല്ല, തിടമ്പേറ്റി നിൽക്കുന്ന സായികുമാറാണ്. ഷാജി കൈലാസിൻ്റെ ഒരു സൃഷ്ടിയാവുമ്പോൾ അത് മറ്റൊരു ലോകമാണ്. ഈ യൂണിവേഴ്സിൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അങ്ങനെ ഉള്ള എല്ലാവരേക്കാൾ വലുതായിട്ട് ഏതെങ്കിലും തറവാട്ടിലെ ഒരു അങ്കിൾ ഉണ്ടാവും. അത് ഷാജി കൈലാസ് സിനിമയിലെ സ്വാഭാവികമായ പ്രതിഭാസമാണ്. ഇതിൽ സായികുമാറാണ് ഈ വേഷം ചെയ്യുന്നത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വന്ന് ഇയാളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കും ഓരോരോ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ CI റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാട്. ഇയാളുടെ പേര് ചന്ദ്രഗിരി മാധവൻ എന്നായതുകൊണ്ട് തന്നെ നാട്ടിൽ കിടക്കുന്ന പോലീസുകാർ, IPS, IAS എന്ന് വേണ്ട സകല ആളുകളും ചന്ദ്രഗിരി മാധവന്റെ ചന്ദ്ര കേൾക്കുമ്പോൾ തന്നെ ഞെട്ടേണ്ട അവസ്ഥയാണ്. ചന്ദ്രഗിരി ദേശം, ചന്ദ്രഗിരിയിലെ ഗോവിന്ദമേനോൻ മകൻ മാധവമേനോൻ അച്ഛനെ അറിയോ? അറിയൂന്നല്ല, അത്രയ്ക്ക് ഉപകരിച്ചിട്ടുണ്ട്. യൂണിഫോം കണ്ടോ? പരമേശ്വരന്റെ മകന് ഇങ്ങനൊരു സൗഭാഗ്യം വന്നു ചേർന്നെങ്കിൽ ഒറ്റ കാരണക്കാരനേ ഉള്ളൂ, മാധവേട്ടൻ. അങ്ങനെ പണേ, ഇയാൾക്ക് ഈ യൂണിഫോം തുന്നിക്കൊടുത്തത് നമ്മുടെ ചന്ദ്രഗിരിയിൽ മാധവനാണ്. അതായത് ചന്ദ്രഗിരി മാധവൻ ഒരു തുന്നൽ കടക്കാരൻ കൂടിയാണ് ഗൈസ്. എന്റെ ചന്ദ്രഗിരിയിൽ മാധവ എന്താ തയ്ക്കണ്ടേന്ന് പറ. ഈ സിനിമയിൽ രാജുവേട്ടന് 2 കാമുകിമാരാണുള്ളത്. ഒരു നാടൻ കാമുകിയും ഒരു ഫോറിൻ കാമുകിയും. മറ്റേതെങ്കിലും ലാലേട്ടൻ മൂവികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തികച്ച് യാദൃശികം മാത്രമാണ്. എനിക്ക് പേടിയാ. പടക്കവും വെടിക്കെട്ടൊക്കെ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പടക്കം മൂവീസിൽ വന്ന് അഭിനയിക്കാൻ പോകുള്ളൂ. ഇയാളുടെ ജാതകത്തിൽ ഇപ്പോ അഷ്ടമത്തിലാ വ്യാഴം. ശനി ജന്മത്തിലും നടക്കാൻ പാടില്ലാത്ത പലതും നടക്കും. എൻ്റെ പൊന്ന് തിലകൻ ചേട്ടാ, നിങ്ങൾ ഈ സിനിമയിൽ ജോത്സ്യനായിട്ടല്ല അഭിനയിക്കുന്നത്. നിങ്ങളൊരു പള്ളിയിലച്ഛനാണ്, അതാദ്യം മനസ്സിലാക്ക്. ശീലമായിപ്പോയല്ലേ അഷ്ടമത്തിൽ ചൊവ്വ. എല്ലാ സിനിമയിലും സർവശക്തനായ ഇത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ എതിർക്കുന്ന മറ്റൊരു കുടുംബവും മറ്റൊരു ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ഈ സിനിമയിൽ ചന്ദ്രഗിരി മാധവനെ എതിർക്കുന്ന മറ്റൊരു ഗ്രൂപ്പിൻ്റെ പേര് കേട്ടാൽ നമ്മൾ തന്നെ പേടിച്ചു പോവും. ഇന്നിപ്പോ അന്നപൂർണയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഒന്നും. ടീം അന്നപൂർണ. ഈ ആര്യനിവാസും അന്നപൂർണയൊക്കെ വെജിറ്റേറിയൻ ഹോട്ടലുകളല്ലേടേ. അങ്ങനെ ഈ അന്നപൂർണ വെജുകാർ മാധവേട്ടനെ കള്ളക്കേസിൽ കുടുക്കി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അവിടെ ഇട്ട് ഇടിച്ച് ഇഞ്ച പരുവമാക്കും. ഇതറിഞ്ഞ രാജുവേട്ടൻ പ്രതികാരം വീട്ടാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരും. മോനെ അച്ചു, വേണ്ട ജമാലെ, അവനോടൊന്നും ചെയ്യരുതെന്ന് പറ. ചെല്ലേ, ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. അച്ചു 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 വേണ്ട. ഇപ്പൊ ഈശി പൂശോടാ.
ഞാനിപ്പോ പോകുന്നു, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. അവിടെ നിന്ന് അപേക്ഷയൊക്കെ എഴുതി കൊടുത്തിട്ട് അണ്ണൻ വീട്ടിൽ പോവും. താനെങ്ങോട്ടാ? മൂത്രം ഒഴിക്കാൻ. അതിനിടയ്ക്ക് അന്നപൂർണക്കാര് മാധവേട്ടനെ ആനക്കൊമ്പിന് കുത്തിക്കൊല്ലും. അതിനിടയ്ക്കാണ് അവിടെയുള്ള പാവങ്ങളുടെ വീട് സ്ഥലവും പറമ്പും എല്ലാം ടീം അന്നപൂർണ പിടിച്ചെടുത്ത് അവിടെ അന്നപൂർണ വക എന്ന് പറയുന്ന ബോർഡൊക്കെ വെക്കും. വല്ല വെജ് ഒള്ളി ഹോട്ടൽ തുടങ്ങാനും ആയിരിക്കും. പക്ഷെ ഇത് രാജുവേട്ടന് ഇഷ്ടപ്പെട്ടില്ല. രാജുവേട്ടൻ അപ്പം തന്നെ അവന്മാരെ പോയി ഇടിച്ച് നിരത്തിയിട്ട് അന്നപൂർണ വക എന്നുള്ള ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ചന്ദ്രഗിരി വക എന്ന് പറയുന്ന ബോർഡ് കുത്തിവെക്കും. ഇനി പോവാം. ഇതിപ്പോൾ ഒരു ബോർഡ് മാറ്റി മറ്റൊരു ബോർഡ് വെച്ചു. സ്ഥലം എപ്പോഴും കണ്ടവൻ്റെ പേരിൽ തന്നെ. ഇവനോടൊക്കെ സഹായം ചോദിച്ചവൻ്റെ ഗതി. രാജുവേട്ടൻ ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ ഫുഡ് സേഫ്റ്റിക്കാർക്ക് പരാതി കൊടുത്ത് അന്നപൂർണക്കാരുടെ അരി ഫാക്ടറിക്കകത്ത് കയറ്റി ചാക്കിൽ തുളയിട്ട് അരി എടുത്ത് മണത്ത് നോക്കി അവിടെ ചത്ത എലിയൊക്കെ കൊണ്ടിട്ടു. ആ ഫാക്ടറി പൊട്ടിച്ചു. രാജുവേട്ടൻ അതൊന്നും കൊണ്ട് നിർത്തില്ല. ഇവരുടെ ഗോഡൌണിൽ നിന്ന് പഴകിയ റേഷൻ അരി പിടിച്ചത് രാജുവേട്ടൻ എല്ലായിടത്തും വിളിച്ചു പറയും. ബെല്ലാരിൽ നമ്മുടെ വീട്ടിലും ഓഫീസുകളിലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA. NIA അതാടാ, നിന്റെയൊക്കെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന പുഴുകേറിയ റേഷൻ അരി എണ്ണലാണല്ലോ NIAയുടെ പണി. ഈ NIA എന്നൊക്കെ പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. അവിടെ വിളിച്ചല്ല രാജുവേട്ട ഈ റേഷൻ അരി പുഴുത്ത കാര്യമൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ഗോസിപ്പൊന്നും മേലാൽ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു പോരുത്. അവസാനം ടീം അന്നപൂർണയുടെ മുതലാളിയെ ആനയെ കൊണ്ട് ചവിട്ടിച്ച് കൊല്ലുന്ന സീനോടെ ഈ സിനിമ അവസാനിക്കുകയാണ് ഗൈസ്. ഈ സമയത്ത് രാജുവേട്ടൻ നേരത്തെ പറഞ്ഞ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛൻ ഒരു വ്യക്തിയല്ല, ഒരു ആനയാണ്.